നാം മതി എന്ന് പറയുമ്പോഴാണ് ആനന്ദത്തിൻ്റെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. മനുഷ്യ മനസ്സ് എപ്പോഴും സന്തോഷവും ആനന്ദവുമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഭൗതിക ലോകത്തിൻ്റെ വല്ലാത്ത രീതിയിൽ നാം ജീവിക്കുമ്പോൾ ഒരു സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്നൊരു ടേം നാം അറിഞ്ഞിരിക്കണം. സാമൂഹ്യമായ പരുവപ്പെടുത്തൽ. വ്യക്തി എന്നുള്ള നിലയിൽ, കുടുംബം എന്നുള്ള നിലയിൽ, സമൂഹം എന്നുള്ള നിലയിൽ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, അനുഭവിക്കുന്നത് എല്ലാം നമ്മെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്തമാണ്, മനോഭാവം വ്യത്യസ്തമാണ്, രുചി വ്യത്യാസമാണ്, എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് എത്ര കിട്ടിയാലും നമുക്ക് പോരാ പോരാ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് നമുക്ക് സന്തോഷിക്കാനാവില്ല. എന്നാൽ പോരാ എന്ന് പറയണ്ട, കിട്ടിയാൽ കൂടുതൽ കിട്ടണ്ടേ, തീർച്ചയായിട്ടും ആഗ്രഹിക്കണം. പക്ഷെ കിട്ടുന്നതിൽ സന്തോഷിക്കുകയും കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വരണം. അല്ലെങ്കിലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു കാലത്തും ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ മതി എന്ന് പറയുന്നിടത്താണ് എനിക്കിത് മതി, എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച്, എൻ്റെ യോഗ്യതകൾക്കനുസരിച്ച്, എൻ്റെ എല്ലാ സാഹചര്യം അനുസരിച്ച് ഇത് മതി. പക്ഷേ അപ്പോൾ സന്തോഷമാവും. വീണ്ടും അതിലേക്ക് പോകാം, അടുത്തതിലേക്ക് പോകാം. അപ്പോഴാണല്ലോ പറയുന്നത് കണ്ടു നിറയണം, ഉണ്ടു നിറയാൻ കഴിയില്ല. നമ്മൾ എത്ര ഉണ്ടാലും വീണ്ടും അടുത്ത നേരം ആകുമ്പോൾ നമുക്ക് പോരാ പോരാന്ന് തോന്നും. പക്ഷെ കണ്ടു നിറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ ആനന്ദം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ ആനന്ദിച്ച് ആസ്വദിച്ച് കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ തിയറി ഏതാണ്? ഒരു മെഷീനിൽ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിൽ ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ വാരി അടയ്ക്കും പോലെ വാ തുറന്നിരുന്ന ഓരോ വസ്തുക്കൾ വാരി അങ്ങോട്ട് വയറ്റിലോട്ട് ഇടുകയല്ല ചെയ്യേണ്ടത്. ആനന്ദിച്ച് ആസ്വദിച്ച് ചെല്ലുമ്പോൾ എനിക്കിത് മതി മതി എന്ന് മനസ്സ് പറയും, ശരീരം പറയും. അങ്ങനെ മതി എന്ന് പറയുന്നിടത്താണ് മനുഷ്യൻ്റെ ആനന്ദം ആരംഭിക്കുന്നത്. അതുതന്നെയാണ് ബുദ്ധനും നമ്മളോട് പറയാൻ ശ്രമിച്ചത്. ആഗ്രഹത്തെ അത്യാഗ്രഹവും, അത്യാർത്തിയും ആഡംബരവും അനാവശ്യമായി മാറുമ്പോൾ മനുഷ്യൻ ദുഃഖത്തിലേക്ക് പോകുന്നു. ദുഃഖത്തിൻ്റെ ഹേതുവെന്തെന്ന് ബുദ്ധൻ അന്വേഷിച്ച് അവസാനം എത്തിയത് അനാവശ്യമായ അമിതമായ ആഗ്രഹമാണെന്ന്. അപ്പോൾ ആഗ്രഹമില്ലാതെ പക്ഷെ മനുഷ്യന് മുന്നോട്ട് പോകാനുമാകില്ല. മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും ആഗ്രഹം ആവശ്യമുണ്ട്. രാത്രി ഉറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കണമെന്നുള്ള ആഗ്രഹം, ഒരു സന്തോഷം, ആനന്ദം. എണീറ്റ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം മനുഷ്യനുള്ളത് കൊണ്ട് കൂടിയാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. നമ്മൾ സമ്പത്തുണ്ടാക്കുന്നത്, നമ്മൾ പിടിക്കുന്നത്, പദവികളിലെത്തുന്നത്, എല്ലാ കാര്യങ്ങളും, അടിസ്ഥാന സൗകര്യം എല്ലാം നമുക്ക് ആനന്ദത്തിനും സന്തോഷത്തിനും ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. പക്ഷേ അപ്പോഴും മതി എന്നൊരു വാക്ക് നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചോണം. എനിക്കിത് മതി. കിട്ടുന്ന സാഹചര്യത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ, ഓരോ നിമിഷവും സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കണം. ഇന്നലകളിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നാളുകൾ വരുമോ എന്നറിയില്ല, അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമോ എന്ന് നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല. ഉറക്കത്തിൽ മരിച്ചു പോകുന്നു, നിന്ന നിപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഒരു ഉറപ്പുമില്ല അടുത്ത നിമിഷം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് വിചാരിച്ച് അടുത്ത നിമിഷത്തേക്ക് നമ്മൾ സംഘടിപ്പിച്ച് വെക്കണ്ടേ? അതും ആവശ്യമുണ്ട്. എന്നാൽ ഓരോ നിമിഷവും, ഇപ്പോഴത്തെ ഓരോ നിമിഷവും നമ്മൾ ആനന്ദിക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക. അങ്ങനെ സന്തോഷം കണ്ടെത്തണമെങ്കിൽ കൂടെ കൊണ്ടുപോകേണ്ട പദമാണ്, കൂടെ കൊണ്ടുപോകേണ്ട വാക്കാണ് എനിക്കിത് മതി, ഇത് മതി, ഇപ്പോൾ ഇത് മതി, ഇപ്പോൾ ഇത് മതി എന്നുള്ള ചിന്ത എപ്പോഴും നമ്മെ നയിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ നിമിഷവും ആനന്ദത്തിലേക്ക് പോകാൻ കഴിയും. അടുത്ത നിമിഷം പുതിയതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അത് നേടുവാനും ശ്രമിക്കണം. അത് നേടുമ്പോൾ ഇത് മതി, വീണ്ടും നേടാൻ ശ്രമിക്കുമ്പോൾ ഇത് മതി എന്ന് പറയുന്ന വലിയ മാനസികാവസ്ഥയിലേക്ക് വളരാൻ കഴിയുക എന്നുള്ളതാണ് ഇന്ത്യ, ഭാരതം നമ്മോട് പറയുന്ന സനാതനധർമ്മം, ഭാരതത്തിൻ്റെ ആത്മീയത.